തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വളച്ചൊടിച്ച് മൃഗങ്ങളെ കൊല്ലുന്നെന്നാരോപിച്ച് എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ മൃഗസംരക്ഷണ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തെരുവുനായകളെ സംരക്ഷിക്കാൻ സർക്കാർ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. തെരുവുനായകളെ കൊല്ലുന്നത് പ്രശ്നപരിഹാരമല്ലെന്നും അവയുടെ സംരക്ഷണത്തിനായി സർക്കാർ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. സംസ്ഥാനത്ത് മൃഗസംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്ന 9 സംഘടനകൾ പങ്കെടുത്തു. അക്രമാസക്തരായ അക്രമകാരികളാവുന്നത് അതിന്റെ കുഴപ്പമല്ല, മനുഷ്യന്റെ കുഴപ്പമാണെന്ന് നിയമം പറയുന്നു. ഇത് ആൾക്കാർക്കറിയില്ല. അതിന് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് നിയമം. അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് പറയാണ്ട് അത് കൂട്ടിക്കുഴച്ച് യൂത്തനേഷ്യ എന്നൊരു വാക്കതിൽ ചേർത്തു. മനസ്സിലായോ? യൂത്തനേഷ്യയും അക്രമാസക്തമായ നിയമത്തിൽ യാതൊരു ബന്ധവുമില്ല. തെരുവുനായകളുടെ വന്ധ്യംകരണം, വാക്സിനേഷനും കാര്യക്ഷമമായി നടപ്പാക്കുക, മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക, സംരക്ഷണ നടപടികൾ ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. മൃഗസ്നേഹികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ്, that we are not going to allow this nonsense to happen. ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ഗവൺമെന്റ് ചെയ്യണം, വിച്ച് ഇസ് വന്ധ്യീകരണം. വെറുതെ ഫണ്ടില്ല എന്നുള്ള മുടന്ത് ന്യായം പറഞ്ഞിട്ട് ABC ഈ സ്റ്റേറ്റിൽ ഇതുവരെ മര്യാദയ്ക്ക് നടപ്പിലാക്കിയിട്ടില്ല. NGOs ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ all NGOs are willing to help in this situation. അതിന് ഗവൺമെന്റ് ആദ്യം വിചാരിക്കണം ആരുടെങ്കിലും സഹായം വേണം എന്നുള്ളത്. അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധിയിൽ സംസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മൃഗസ്നേഹികൾ കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.